ഇന്ന് നമ്മളൊരു ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത്. ഒരു നല്ല ഫേഷ്യൽ, നല്ല അടിപൊളി ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഒന്നും മുഖത്ത് വെച്ചിട്ടൊന്നുമില്ല. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഞാൻ നാളെ മറ്റന്നാളൊക്കെ വീഡിയോ ഇടുമല്ലോ, അപ്പം ഫേസ് കാണുമ്പോൾ ഇനി ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടാവും ആ ഫേഷ്യലിന്റെ എഫക്റ്റ് എന്ന്. ഞാൻ ഫേഷ്യലിന്റെ ബ്രാൻഡ് നെയിം ഒന്നും പറയുന്നില്ല, കാരണം പറയാമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നോട് എല്ലാവരും ഏത് കമ്പനിയാണ് യൂസ് ചെയ്തതെന്ന് ഇപ്പം നാളെ മുതൽ ചോദിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ പ്രോഡക്റ്റ് ഓരോന്നും ഇതാണെന്ന്, ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, അങ്ങനെ അതിന്റെ ഇതെല്ലാം ഞാൻ പറഞ്ഞ് അതിന്റെ സ്റ്റെപ്പുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഞാൻ 7 സ്റ്റെപ്പുള്ള ഒരു ഫേഷ്യലാണ് ചെയ്തത്. സാധാരണ ഫേഷ്യൽ 4 അല്ലെങ്കിൽ 5 ഒക്കെ വരുള്ളൂ. ഇപ്പൊ ഞാൻ കാണിക്കുന്നതിൽ 7, പിന്നെ ഒന്നും കൂടെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. കാരണം സ്റ്റീം ഞാനിപ്പോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്ര സ്റ്റെപ്പ് വരുന്ന കാരണം സ്റ്റീം ഉൾപ്പെടുത്തിയിട്ടില്ല. ഉൾപ്പെടുത്താത്തതിന്റെ കാരണം എനിക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒന്നും അധികം ഇല്ല. സ്കിന്നൊക്കെ ഇച്ചിരി ക്ലീൻ ആയിട്ടാണ് എൻ്റെ ഇരിക്കുന്നത്. അത് കാരണം ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാക്കൊക്കെ ഇട്ടായിരുന്നല്ലോ, ആ പാക്കൊക്കെ എനിക്ക് നല്ല എഫക്റ്റീവ് ആയിരുന്നു. എല്ലാ പാക്കും 2 പാക്ക് നമ്മൾ വീഡിയോയ്ക്കായിട്ട് ചെയ്ത്, രണ്ടും എനിക്ക് നല്ല എഫക്റ്റ് ആയിരുന്നു. ആദ്യം ചെയ്തത് ഞാൻ ഒരു 3-4 പ്രാവശ്യം, ബാക്കി ഉണ്ടായിരുന്നല്ലോ അത് വെച്ച് 3-4 പ്രാവശ്യം ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. തൈരും പാലും ചോറും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് സെക്കൻഡ് വീഡിയോ. അത് ഒരുപാട് പ്രാവശ്യം ഞാനത് ആഴ്ചയിൽ ഒരു 3 ദിവസം വീതം ഒരു 1-1.5 ആഴ്ച ഇട്ടായിരുന്നേ. പിന്നെ അതിന്റെ രണ്ടാമത് ചെയ്ത പിന്നെ കരിമംഗല്യത്തിനുള്ളതും ഞാൻ യൂസ് ചെയ്തായിരുന്നു. പക്ഷെ അത് ഞാൻ പിന്നീട് ഉപയോഗിച്ചില്ല, കാരണം എനിക്ക് അങ്ങനെ അധികം വലിയ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. മറ്റേത് ഞാൻ യൂസ് ചെയ്തത്. എനിക്ക് അതുകൊണ്ടൊക്കെ നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ബ്രൈറ്റ് ആയിട്ടും ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ല മസാജ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ സ്കിൻ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു നോക്കേ. ഞാനൊരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ടിഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട് തുടയ്ക്കാന്. പിന്നെ നമ്മൾ എടുക്കുന്നത്, ആദ്യം ഞാൻ എടുക്കുന്നത് ക്ലെൻസർ ആണ്. ക്ലെൻസർ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖത്തൊക്കെയുള്ള എക്സ്ട്രാ ഓയില്, പിന്നെ ഡെഡ് സെൽസും കൂടെ സ്ക്രബ് എക്സ്ഫോളിയേഷനിലാണ് പോകുന്നത്. മാറുകെ ഓയില്, ഡേർട്ട്, മേക്കപ്പ്, പിന്നെന്തുവാ വിയർപ്പ്, അങ്ങനെയുള്ള ഇതെല്ലാം ക്ലീൻ ചെയ്ത് സ്കിന്നിനകത്തൂന്നൊരു ക്ലീൻ ചെയ്ത് സ്കിന്നിന്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാനാണ് നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര സോപ്പിട്ട് കുളിച്ചിട്ട് വന്ന് ക്ലെൻസർ യൂസ് ചെയ്ത് നോക്ക്, ഒരു കോട്ടൺ ഇട്ട് തുടച്ച് നോക്ക്, നമ്മുടെ സ്കിന്നിൽ നിന്ന് അഴുക്ക് വരും. കാരണം ഇത് അകത്തൂന്നുള്ള നമ്മുടെ സ്കിന്നിന്റെ പോസസിനകത്തൊക്കെ ഇരിക്കുന്ന അഴുക്കിനെയൊക്കെ വെളിയിലോട്ട് കൊണ്ടുവരും. അതിനാണ് നമ്മൾ ഡീപ്പ് ക്ലെൻസർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോ ക്ലെൻസർ യൂസ് ചെയ്യാം. ഇത്രയും ക്ലെൻസറാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് മുഖത്ത് കഴുത്തില് എല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് ചകല ലൈറ്റായിട്ട് വെള്ളം തുടച്ച്, നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന പോലത്തെ സ്റ്റെപ്പുകളാണ് ഞാൻ കാണിക്കുന്നത്. വേറെ പാർലറിൽ ചെയ്തെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള സ്റ്റെപ്പ് ഒന്നും കാണിക്കുന്നില്ല. നല്ല ഇങ്ങനെ സർക്കുലർ മോഷനില് നന്നായിട്ട്, തീരെ ലൈറ്റായിട്ട്, അതായത് ഇച്ചിരി പ്രഷർ കൊടുക്കണം കേട്ടോ. ചിലതുകൊണ്ട് ഇങ്ങനെ തൊട്ടാലൊന്നും നമുക്ക് സ്കിൻ ക്ലീൻ ആകത്തില്ല. ചില പാർലറിലൊക്കെ പോയാൽ തന്നെ ഇങ്ങനെ തൊടത്തേ ഉള്ളൂ. ഈ മൂക്കിന്റെ സൈഡ് എല്ലാം ഇങ്ങനെ വന്ന് ഇവിടെ എല്ലാം നന്നായിട്ട് ഒരു 2 മിനിറ്റ്, ഒത്തിരി സമയമൊന്നും വേണ്ട. കണ്ണിന്റെ അവിടെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ റിംഗ് ഫിംഗർ യൂസ് ചെയ്യണേ. കണ്ണെഴുതുന്നവർക്കൊക്കെ കൺമഷി അഴുക്കൊക്കെ കാണും. റിംഗ് ഫിംഗർ, വേറെ ഫിംഗർ ഒന്നും യൂസ് ചെയ്യരുത്, കാരണം പ്രഷർ കൂടുതൽ കൊടുക്കാൻ പാടില്ല. കണ്ണിന് ചുറ്റും ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രഷർ കുറഞ്ഞ ഫിംഗേഴ്സ് റിംഗ് ഫിംഗറാ. അതിനാണ് റിംഗ് ഫിംഗർ യൂസ് ചെയ്യാൻ പറയുന്നത്. മോതിര വിരൽ,
ഫേഷ്യൽ ചെയ്യുമ്പോൾ മാലയും കമ്മലൊക്കെ ഊരി വെച്ചോയെ. ഞാനിപ്പം ക്യാമറയ്ക്ക് മുമ്പിലായതുകൊണ്ടല്ലേ ഇട്ടേക്കുന്നത്. ഒന്നും ഇല്ലാതിരിക്കുന്നതിൽ ഒരു വൃത്തികേടല്ലേ എന്ന് കരുതിയിട്ട്. എന്നിട്ട് നമ്മള് നന്നായിട്ട് അങ്ങ് തുടച്ചെടുക്കാമേ. നന്നായിട്ട് നമ്മള് നീറ്റായിട്ട് തുടച്ചെടുത്തു. അടുത്തത് സ്ക്രബ്. സ്ക്രബ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയാമേ. ഇത് നമുക്ക് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്ത് അൺഈവൻ കളർ ടോണൊക്കെ ഉണ്ടാവുമല്ലോ, അൺഈവൻ കളറൊക്കെ ഉണ്ടാവുമല്ലോ സ്കിന്നിന്റെ അവിടെ ഇവിടെയൊക്കെ വേറെ വേറെ കളർ, ആ കളറൊക്കെ മാറ്റി സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടാണ് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് തന്നെ ഇവിടെയൊക്കെ ഒരു ചെറിയ കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആകാനും ആ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളിടത്ത് ഈ മൂക്കിന്റെ ഇവിടെ ഒക്കെ നന്നായിട്ട് ഇതിട്ട് മസാജ് ചെയ്യണം. മൂക്കിന്റെ ഇവിടെ ഇങ്ങനെയാണ് മസാജ് ചെയ്യുന്നത്. മൂക്കിന്റെ തുമ്പത്ത് വരുമ്പോ ഇങ്ങനെ. നെറ്റിയൊക്കെ ഇച്ചിരി പ്രഷർ കൊടുത്ത് തന്നെ ചെയ്യണം. നെറ്റി ബോണല്ലേ, അപ്പം നമുക്ക് സോഫ്റ്റ് ആയിട്ട് ചെയ്ത് അവിടെ എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. ഇവിടെ ഇവിടെ നല്ലതായിട്ട് കട്ട് ചെയ്യണം ഇവിടെ. കാരണം ഇവിടെ ഒക്കെ ഡെഡ് സെൽസ് ഉണ്ടാകുന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരുന്ന സ്ഥലമാണ് ഇവിടെ ഒക്കെ. ഇവിടെയും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെയും അതേപോലെ തന്നെ. പിന്നെ ഇവിടെയും ഇത്ര ഭാഗത്താണ് മെയിനായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരുന്നത്. ഇത്ര ഭാഗം നമ്മൾ ക്ലീൻ ആയിട്ട് സ്ക്രബ് ഇട്ട് നല്ല തേക്കണം. ഒത്തിരി വലിയ സ്ക്രബ് വേണമെന്നൊന്നുമില്ല, പക്ഷെങ്കിൽ നമ്മൾ നന്നായിട്ട് റൗണ്ടിൽ മസാജ് ചെയ്തെടുക്കണം ഇവിടെയൊക്കെ. ഇത് ഒരു 2-3 മിനിറ്റ് ചെയ്താൽ മതി. സ്ക്രബ് ഇട്ട് കണ്ണിന്റെ മുകളിലൊന്നും ഉരയ്ക്കണ്ടായേ. ഇവിടെയൊക്കെ ഡെഡ് സെൽസ് ഒരുപാട് ആൾക്കാർക്ക് വരും. ചില ആൾക്കാർക്ക് ഈ ഭാഗത്തൊക്കെ ഡെഡ് സെൽസ് ഒരുപാട് ശരിക്കും തേക്കാതൊക്കെ ഇരിക്കുന്നവർക്കായിരിക്കും. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഭാഗത്തൊക്കെ ചില മനുഷ്യർക്ക് നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ ക്ലെൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരും. ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പ് ബാൻഡ് വല്ലതും ഉണ്ടെങ്കിൽ കെട്ടിക്കോ, ഇല്ലെങ്കിൽ കവർ വല്ലതും ഉണ്ടെങ്കിൽ മുടിയിലിട്ടോയേ. ഇത്ര മതി. ഇപ്പൊ നമുക്ക് ഇത് തുടയ്ക്കാം. ഇപ്പൊ നമ്മുടെ സ്ക്രബ് കഴിഞ്ഞിട്ട് ഈ സമയം വേണമെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്യാം. ഞാനിപ്പോ സ്റ്റീം ചെയ്തില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് സ്റ്റീമിന്റെ വലിയ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റീം ചെയ്യുന്നില്ല. ഇതിപ്പോ നമുക്ക് സ്റ്റീം ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഈ പോസസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയി ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം പെട്ടെന്ന് ഇങ്ങ് വരും. ഒന്ന് നല്ല തുടച്ചാൽ തന്നെ ഇങ്ങ് വരും. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നല്ലതായിട്ടൊരു സ്റ്റീം കൊടുക്കുകയാണെങ്കിൽ. എനിക്കധികം പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാം, ചെയ്യേണ്ടുന്നവർക്ക് ചെയ്യാം. സ്റ്റീം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിച്ചാൽ തന്നെ മതി. ഒരു തുണി തലയിലോട്ട് ഇട്ടിട്ട്. സ്റ്റീമർ വേണമെന്നൊന്നും നിർബന്ധമില്ല. അടുത്ത് നമുക്ക് ടോണർ ഒരു സ്കിന്നിന്റെ ടോണിക് എന്ന് തന്നെ പറയാം. സ്കിന്നിന് ഒരു ജീവൻ കൊടുത്ത് ചത്ത സെല്ലിനെ ഒക്കെ ഒന്ന് ജീവിപ്പിച്ച് സ്കിന്നിന്റെ pH വാല്യൂ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പിന്നെ സ്കിന്നിന് ഒരു ടോണിക് എന്ന് തന്നെ പറയാം. വേണമെന്നെല്ലാം സ്കിന്നിന് കൊടുത്ത് സ്കിന്നിന്റെ ഒരു ജീവൻ വെപ്പിക്കുന്ന ഒരു സ്കിന്നിന് ഒരു ജീവൻ കൊടുക്കുന്ന പ്രക്രിയയാണ് ഈ ടോണർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇച്ചിരി കയ്യിലെടുത്ത് അല്ലെങ്കിൽ ഒരു കോട്ടണിലെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും അങ്ങ് തേക്കണം.
എല്ലായിടത്തും തേച്ചിട്ട് നല്ലതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. പാർലർ എടുത്ത് ശകലം എടുത്ത് ഇങ്ങനെ തേക്കത്തേ ഉള്ളേ. നല്ലതായിട്ട് ഇവാപ്പറേറ്റ് ആകുന്നവരെ ഒരു 2 മിനിറ്റ് ടൈം കൊടുക്കണം. 2 3 ഈ സ്കിന്നിലോട്ട് ഇതൊന്ന് പിടിക്കണം. മെയിനായ ഒരു സാധനമായത് സ്കിൻ ടോണർ. സ്കിൻ ടോണർ വന്ന് നമ്മുടെ സ്കിന്നിന് ഒരു നല്ല പുതു ജീവൻ കൊടുക്കുക എന്ന് പറയും. നല്ല ടാപ്പ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഇതിനകത്തോട്ട് സ്കിന്നിനകത്തോട്ട് ഇതെല്ലാം അങ്ങോട്ട് പോകണം. സ്കിന്നിട്ട് വലിച്ചെടുക്കും ആവശ്യത്തിന്, അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ. അടുത്തത് നമുക്ക് മസാജ് ക്രീമാണ്. 4th സ്റ്റെപ്പാണിത്, മസാജ് ക്രീം. ഇപ്പം മസാജ് ക്രീമിന്റെ കൂടെ നമ്മൾ വൈറ്റമിൻ ഇ ഓയിലോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ടീ ട്രീ ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മസാജ് ക്രീമിന്റെ അകത്ത് നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കി സ്മൂത്ത് ആക്കി നല്ല തിളക്കമുള്ളതാക്കാനാണ് നമ്മൾ മസാജ് ക്രീം യൂസ് ചെയ്യുന്നത്. ഇത്ര ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അത്ര മതി. നമ്മൾ എല്ലായിടത്തും അങ്ങ് തേച്ച് വെച്ചിട്ട് മസാജ് ചെയ്യുക. ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇങ്ങനെ വീട്ടിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന സ്റ്റെപ്പ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. എപ്പോഴും മേളിലോട്ട് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ തന്നെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ മേളിലോട്ട് വരുമ്പോൾ നല്ല റൗണ്ടിൽ ചെയ്തു വന്നിട്ട് ഇതാ ഒരു കൈ ഇങ്ങോട്ട് ഒരു കൈ ഇങ്ങോട്ട്. മേളിലത് ഇങ്ങനെ കണ്ടോ. അപ്പൊ നമ്മുടെ ഈ സ്കിന്നിന്റെ മേളത്തെ ചുരുക്കൊക്കെ മാറി സ്കിന്ന് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങോട്ട് മാറി നല്ല ക്ലീൻ ആകും. റെഗുലറായിട്ട് ചെയ്യണം. മാസത്തിൽ ഒരിക്കലെങ്കിലും ഫേഷ്യൽ മസാജ് നമ്മൾ ചെയ്യണം. എനിക്ക് എപ്പോഴും ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് പറയുന്ന പോലെ വൃത്തിയായിട്ടിരിക്കണം എൻ്റെ സ്കിന്നും ഇതൊക്കെ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചെയ്യും. എനിക്ക് അതുപോലുള്ള ആൾക്കാരോട് സംസാരിക്കാനും സൗന്ദര്യത്തെ കുറിച്ച് പറയാനും ഇന്നതൊക്കെ ചെയ്യുന്നു പറയാനും ഒക്കെ എനിക്കിഷ്ടമാണ്. അത് ഫിംഗർ കണ്ണ് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ റിംഗ് ഫിംഗർ എടുക്കണം. അതുപോലെ നമ്മുടെ ഐബ്രോ മേളിലോട്ട് ലൈറ്റായിട്ട് കളത്തി കൊടുക്കണം. ഇങ്ങനെ വലിച്ച് അകത്തുമല്ല, ലൈറ്റായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ഐബ്രോയ്ക്ക്. ടാപ്പ് ചെയ്യണം. പിഞ്ചിങ്. ഇത് നമ്മുടെ ഇവിടെ വെച്ച് ഒത്തിരി പ്രഷർ കൊടുക്കരുത്, ലൈറ്റായിട്ട്. ഇവിടെ വെച്ച്
ഇവിടം വരുമ്പം, അതായത് ലാസ്റ്റ് ലൈൻ ഉണ്ടാവും. നമ്മൾ ചിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇവിടെ ലൈൻ വരുമല്ലോ, അതങ്ങനെ കിടക്കും. അതൊരു 30 വയസ്സൊക്കെ ആകുമ്പോൾ മുതലേ പിന്നെ ഇവിടെ ലൈൻ വന്നു തുടങ്ങും. അപ്പൊ അതിനെ ലൈറ്റായിട്ട് ഇതെല്ലാ സ്റ്റെപ്പും ഒരു 3 പ്രാവശ്യം ഇത് ചെയ്യുക. ഞാൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കിപ്പോൾ ഇത് തുടയ്ക്കാമേ. ഇപ്പം ക്രീം എല്ലാം തുടച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ജെല്ല്. ഇത് നല്ല സ്കിന്നിനെ നല്ല ജീവൻ തുടിക്കുന്ന പോലെ നല്ല ഫ്രഷ് ആയിട്ട് വെക്കാനുള്ള ഒരു ജെല്ല് നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ജീവൻ കൊടുത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് വെക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതാണ് അടുത്ത നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. ഇത്ര എടുത്താൽ മതി. അത് ക്രീം എടുത്തതുപോലെ അത്രയും തന്നെ നമ്മൾ എടുത്താൽ മതിയേ. അതെടുത്ത് നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഒരു മസാജ്. നമ്മൾ അതും കഴിഞ്ഞു. അടുത്തത് നമ്മൾ പാക്കാണ് ഇടാൻ പോകുന്നത്. ഫേസ് പാക്ക് ഇടുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ വേണ്ടുന്ന വൈറ്റമിൻസും അതേപോലെ ഓപ്പൺ പോർസസ് ഒക്കെ ഒന്ന് ക്ലോസ് ആയി. ഇപ്പൊ നമ്മളെ സ്കിന്നൊക്കെ പോർസസ് ഒക്കെ ഓപ്പൺ ആയിരിക്കും. ആ ഓപ്പൺ ഒക്കെ ഒന്ന് ക്ലോസ് ആയി സ്കിൻ നല്ല നറിഷ് ചെയ്യാൻ വേണ്ടിയാണ്, നല്ല പുതുജീവൻ വെപ്പിക്കാനായിട്ടാണ് നമ്മൾ പാക്ക് ഇടുന്നത്. ബ്രഷ് വേണമെങ്കിൽ ബ്രഷ് കൊണ്ടും അപ്ലൈ ചെയ്യാം. അവരവർ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷ് ആണെങ്കിൽ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കൈ തന്നെയാണ് നല്ലത്. നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതൊരു ഫാൻ്റെ അടിയിലിട്ടിരുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് ഉണങ്ങും. ഫുൾ അങ്ങ് ഉണങ്ങി ബ്രേക്ക് ആയി ഓടിച്ചെടുക്കുന്ന പോലത്തെ ഒന്നും ആക്കണ്ട, ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ ഇച്ചിരി വെള്ളം കൊണ്ട് ഒന്ന് മസാജ് ചെയ്തുകൊണ്ട് അങ്ങ് വാഷ് ചെയ്യുവാണേ. ഇപ്പൊ നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞ് കാണാം. ഇപ്പൊ 10 മിനിറ്റ് ഇത് ഞാൻ ഇങ്ങനെ വെക്കും. നമുക്ക് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞ് കാണാം. ഓക്കെ, ഇപ്പൊ ഞാൻ കഴുകിയിട്ട് തുടച്ചിട്ട് വന്നേ. എങ്ങനെയുണ്ട് മുഖം? എന്റെ മുഖത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിയാനില്ലായിരിക്കും. എന്നിട്ട് നമ്മൾ ഇച്ചിരി മോയ്സ്ചറൈസർ, നമ്മൾ ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മോയ്സ്ചറൈസർ ഇച്ചിരി എടുത്ത് അങ്ങ് തേക്കുക. വെളിയിൽ പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. സൺസ്ക്രീൻ ഇട്ടുകൊണ്ടേ വെളിയിൽ ഇറങ്ങാവൂ. ഇന്ന് ഒരു ദിവസം ഫുള്ള് നമ്മൾ ഒരു 8 അവേഴ്സിന് സോപ്പിട്ട് ഫേസ് വാഷ് ചെയ്യരുത്. ഇത് നമ്മൾ മാസത്തിലൊരിക്കൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അപ്പൊ സ്കിൻ എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് ഡെഡ് സെൽസ് ഒന്നും ഇല്ലാതെ മുരിച്ചിലൊന്നും മുഖത്തില്ലാതെ നല്ല ക്ലീൻ, എന്ത് ഫേസിൽ ഇട്ടാലും അത് നല്ല ഈവൻ ആയിട്ട് എല്ലായിടത്തും ഒരേപോലെ ആയി നല്ല നീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടിരിക്കും സ്കിൻ എപ്പോഴും. ഒരു മാസത്തിലൊരിക്കൽ ചെയ്ത. ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ക്ലീനപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം ഓക്കെ, ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യണം.
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, ബൈ, സി യു.